ഹായ് ഫ്രണ്ട്സ്, ഐ എം നെസ്രിൻ. നമുക്കിനി തേർഡ് സെമ്മിലത്തെ ബോട്ടണി നോക്കാം. ഇതുവരെ സെക്കൻഡ് സെം ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇനി തേർഡ് സെമ്മിലത്തെ ടോപ്പിക്സ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ യൂസ്ഫുൾ ആവുമായിരുന്നു. അപ്പോൾ ഞാനും ചിന്തിച്ചു, കാരണം നമുക്കിനി തേർഡ് സെം എക്സാം ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് സെമ്മിലത്തെ ടോപ്പിക്സ് ഇനി ഡിസ്കസ് ചെയ്യാം. തേർഡ് സെമ്മിലത്തെ ബോട്ടണി നോക്കുകയാണെങ്കിൽ അതിൽ 3 ടോപ്പിക്സ് ആണുള്ളത്: ഫൈക്കോളജി, ബ്രയോളജി, ടെറിഡോളജി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരാമെന്നാണ്. അതായത് ടെറിഡോളജി ആദ്യം നോക്കാം. ടെറിഡോളജി നല്ലൊരു ടോപ്പിക്കാണ്. ടെറിഡോഫൈറ്റ്സ് നമ്മൾ കൂടുതൽ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഈ ബുഷൊക്കെ ഉണ്ടല്ലോ, ഈ ഇലകളിങ്ങനെ അടുക്കടുക്കാക്കി വെച്ചിട്ടുള്ള നല്ല രസമുള്ള ചെടികളില്ല, അതാണ് ഈ ടെറിഡോഫൈറ്റ്സ്. അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ടെറിഡോളജി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്യാരക്ടേഴ്സാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് നോക്കാം. ടെറിഡോഫൈറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫെദർ ലൈക്ക് ലീവ്സ് ആയിരിക്കും അവർക്കുള്ളത്. അവരെ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് എന്നാണ് പറയുക. വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്കുലാർ പ്ലാന്റ്സ് ആണ്, പക്ഷെ അവർക്ക് സീഡൊന്നും ഇല്ല. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡിൽ മൊത്തമായിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ പ്രിമിറ്റീവ് എസ്റ്റാൻഡും എക്സ്റ്റിങ്ക്റ്റും ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ട്. പ്രിമിറ്റീവ് എസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഉള്ള പ്ലാന്റ്സുകൾ. എക്സ്റ്റിങ്ക്റ്റ് വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വംശനാശം സംഭവിച്ചിട്ട് ചില ചെടികളൊക്കെ പോയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ചെടികളും അതിലുണ്ട്. അത് ലൈക്കോപോഡ്സ്, ഹോസ്റ്റേൽസ്, ഫേൺസ്, അതൊക്കെ ഇതിലുള്ളതാണ്. ഇത് 400 ജനറ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 10,500 സ്പീഷീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്സ് സിലൂരിയ പീരിയഡിൻ്റെ 400 മില്യൺ ഇയേഴ്സ് എക്കോ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡൊമിനൻ്റ് വെജിറ്റേഷൻ ഡിവോണിയൻ പീരിയഡിൽ തന്നെ നടന്നിട്ടും ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നത്. ഇത് എന്താണ്, പിന്നെ ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇത് എപ്പോൾ മുതലാണ് തുടങ്ങിയിട്ടുള്ളത്, ഈ 3 കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. സാലിയൻ ഫീച്ചേഴ്സിൽ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആദ്യം പറയുന്നത് ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ്സിൻ്റെയും ഫിനോറോഗാംസിൻ്റെയും ഇടയിലുള്ളൊരു ടാക്സോണമിയാണ്. അതായത് ഫെനോറോഗാംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സൊക്കെ ഉള്ള ആ ഒരു പ്ലാന്റ്സിൻ്റെയും പിന്നെ ബ്രയോഫൈറ്റ്സിൻ്റെയും ഇടയിലാണ്. ഇതിൽ ബ്രയോഫൈറ്റ്സിലും ഫിനോറോഗാംസിലും ഇല്ലാത്ത ചില കോമ്പിനേഷൻ ഓഫ് സെർട്ടൈൻ ഫീച്ചേഴ്സ് ഇവരിലുണ്ട്. അതിൽ മെയിനായിട്ട് പറയണത് ഇവരെ മെച്യൂരിറ്റി ടൈമിൽ ഗാമിറ്റോഫൈറ്റ്സും സ്പോറോഫൈറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് ഗാമിറ്റോഫൈറ്റ്സ് ആൻഡ് സ്പോറോഫൈറ്റ്സ് അറ്റ് മെച്യൂരിറ്റി. പിന്നെ ഇവരെ വാസ്കുലാർ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സൈലം, ഫ്ലോയം ആൻഡ് അതർ മെക്കാനിക്കൽ എലമെൻറ്റ്സ് മുതലാണ്. ഇനി ഒരു 15 ക്യാരക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 1, 2, 3 വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. നമുക്കിങ്ങനെ സ്റ്റെപ്പ് വൈസ് പറയാം. അത് ആദ്യം പറയണേ ഇവർ പ്ലാന്റ് ബോഡിയാണ്. ഒരു പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ്, റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെ പ്ലാന്റ്സ് എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ സൈസ്, ഫോം, ഹാബിറ്റിൽ വളരെ വേരിയേഷൻ ഉണ്ട്. ആനുവൽസ് മുതൽ ലാർജ് ട്രീ ലൈക്ക് പെർണിയൽസ് വരെ ഇവരിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ പ്ലാന്റ്സ് പൊതുവെ ടെറിസ്റ്ററിയലായിരിക്കും, അതായത് വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്തായിരിക്കും. പക്ഷേ ഷാഡി പ്ലേസസിലും കാണാറുണ്ട്, കുറച്ച് തണലുള്ള പ്ലേസിലും കാണാറുണ്ട്. ചിലതൊക്കെ ആണെങ്കിൽ അക്യോട്ടിക് ആയിരിക്കും, അല്ല വെള്ളത്തിൽ തന്നെ. ചിലതാണെങ്കിൽ സീറോഫൈറ്റ്സ് ആയിരിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് വേണമെന്നില്ല. അടുത്തത് നമുക്ക് ഈ റൂട്ട്സിനെ കുറിച്ച് പറയാം. റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ റൂട്ടിനെ നോക്കുകയാണെങ്കിൽ പ്രൈമറി റൂട്ട് എപ്പി ഹെർമലാണ്. അതായത് ലോങ് ടൈം ഒന്നും ഈ പ്രൈമറി റൂട്ട് നിൽക്കില്ല, അതിനെ അഡ്വഞ്ചസ് റൂട്ട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. റൂട്ട്സിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോയിങ് എപ്പെക്സ് ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, ചില വുഡി ഫേൺസ് അല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഹെർബേഷ്യസ് സ്റ്റെം ഉണ്ടായിരിക്കും. പ്രൊമിനൻ്റ് ആയിട്ട് ഗ്രോയിങ് എപ്പെക്സ് ഉള്ള ഹെർബേഷ്യസ് സ്റ്റെം എല്ലാ ടെറിഡോഫൈറ്റ്സിനും ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ലീവ്സ് നോക്കുകയാണെങ്കിൽ ലീവ്സ് സ്മോൾ ആയിരിക്കും, സ്കെയിലി ആയിരിക്കും, സെസ്സൈലായിരിക്കും ഇവരെ ലീവ്സ് ഉണ്ടായിരിക്കുക.
ഒരു കൂട്ടം ആൾക്കാർക്ക്, ഒരു പകുതി ടെറിഡോഫൈറ്റ്സ് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ടെറിഡോഫൈറ്റ്സ് ഉണ്ട്, അവരെ ലീവ്സ് നോക്കുകയാണെങ്കിൽ ലാർജ് പീറ്റിയോളായിട്ടായിരിക്കും, കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടെറിഡോഫൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ആ ഒരു ലീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ ടെറിഡോഫൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെഗോഫൈൽസ് എന്ന് പറഞ്ഞിട്ടും മൈക്രോഫൈൽസ് എന്ന് പറഞ്ഞിട്ടും. മൈക്രോഫൈൽസിൽ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ലീവ്സ് ആയിരിക്കും, സിംഗിൾ വെയിൻ ആയിരിക്കും, ലീഫ് ക്യാപ്പ് ഒന്നും, സ്റ്റെം സ്റ്റീലയുടെ ഇടയിൽ ലീഫ് ക്യാപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല. മെഗാഫൈൽസ് നേരെ ഓപ്പോസിറ്റ്, ലാർജ് പിന്നേറ്റ് ആയിരിക്കും, കോംപ്ലക്സ് വെയിൻസ് ആയിരിക്കും, സ്റ്റെം സ്റ്റീലയുടെ ഉള്ളിൽ ലീഫ് ക്യാപ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വീണ്ടും പോയിൻറ്റ്സിലേക്ക് വരാം. സ്റ്റെമ്മ് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചഡ് ആയിരിക്കും, എല്ലാവരും ബ്രാഞ്ചഡ് ആയിരിക്കും. ഈ ബ്രാഞ്ചിങ് മോണോപോഡിയയിലും ഉണ്ട്, ഡൈക്കോട്ടോമസും ഉണ്ട്. ഈ ബ്രാഞ്ചസ് ഒരിക്കലും സീഡ് പ്ലാന്റ്സിൽ ഒരിക്കലും ബ്രാഞ്ചസ് ആക്സിലറി ഇൻ പൊസിഷനിൽ ആയിരിക്കില്ല. പക്ഷേ ടെറിഡോഫൈറ്റ്സ് എപ്പോഴും സീഡ്ലെസ് വാസ്കുലർ പ്ലാന്റ്സ് ആണല്ലോ, സീഡ് പ്ലാന്റ്സ് അല്ലല്ലോ. ഇനി ഇതിൻ്റെ ലീവ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോത്ത് സർഫസിലും സ്റ്റൊമാറ്റ ഉണ്ട്. ലീവ്സും സ്റ്റെമ്മും ഫില്ലിഫോം ട്രൈക്കോംസ് പൊസസ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, റൂട്ടും സ്റ്റെമ്മും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വാസ്കുലർ സിസ്റ്റം പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാമ്പിയം ഒന്നുമില്ല കേട്ടോ, ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. ക്യാമ്പിയം ആബ്സെൻ്റ് ആകുമ്പോൾ പിന്നെ സെക്കൻഡറി ഗ്രോത്തും ആബ്സെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്, സെക്കൻഡറി ഗ്രോത്തും ആബ്സെൻ്റ് ആണ്. ചില ടെറിഡോഫൈറ്റ്സിൻ്റെ സ്റ്റെംസ്, അത് ഐസോയിഡ്സിൻ്റെയും ബോട്രൈക്കത്തിലും സെക്കൻഡറി ഗ്രോത്ത് കാണുന്നുണ്ട്. പൊതുവേ സെക്കൻഡറി ഗ്രോത്ത് ഇല്ല, പക്ഷേ ഈ രണ്ടെണ്ണത്തിലും ഐസോയിഡ്സിലും ബോട്രൈക്കത്തിലും സെക്കൻഡറി ഗ്രോത്ത് കാണുന്നുണ്ട്. ഈ സ്റ്റീല നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് സ്റ്റീലുണ്ട്. പ്രോട്ടോസ്റ്റീലുണ്ട്, സൈഫോണോസ്റ്റീലുണ്ട്, ഡൈക്കാർട്ടിയോസ്റ്റീലുണ്ട്, പോളിസൈക്ലിക് ഉണ്ട്. അപ്പോൾ സ്റ്റീല കുറച്ചുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഈ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സൈലം ഫ്ലോയം വെച്ചിട്ടാണ്. അപ്പോൾ സൈലം കോമ്പോസ് ചെയ്തിരിക്കുന്നത് സൈലം ട്രക്കിഡ്സ് കൊണ്ടാണ്. ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത് സീവ് സെൽസും ഫ്ലോയം പാരൻകൈമാറ്റേഴ്സും വെച്ചിട്ടാണ്. ഇനി ചില മെമ്പേഴ്സിൽ വെസൽസ് പ്രസൻ്റ് ആണ്. പിന്നെ ഇക്യുസിറ്റം ആർവെൻസിലും ഇക്യുസിറ്റം ജിജാൻഡത്തിലും സീവ് ട്യൂബ്സ് പ്രസൻ്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസ് മുഖേനയാണ്. ഇത് ഫോം ചെയ്യുക സ്പൊറാൻജിയയിലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ബാക്കിയുള്ള പോയിൻറ്റ്സും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.